നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രീക്ക് ഇൻ്റർലീനിയർ ആൻഡ് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ. ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ ബൈബിൾ എന്ന് പറയുന്നത് യഹോസാക്ഷികളുടെ ബൈബിളാണ്, അവരുടെ പുതിയ ട്രാൻസ്ലേഷനാണ്. ഗ്രീക്ക് ഇൻ്റർലീനിയർ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഗ്രീക്ക് അതിനെ ആസ്പദമാക്കിയാണ് ന്യൂ വേൾഡ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ശരിക്കും ഗ്രീക്ക് ഇൻ്റർലീനിയറിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണോ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ ബൈബിളിലും അവർ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, അതോ അവിടെ എന്തെങ്കിലും അവരുടെ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ന്യൂ വേൾഡ് ട്രാൻസ്ലേഷനിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ? സോ ആർ ദേ സിമിലർ ഓർ ആർ ദേ ഡിഫറെൻറ്റ്? പിന്നെ ഇത് ഇപ്പോഴത്തെ ടീച്ചിങ് ആണ്, ദ കറൻറ്റ് ടീച്ചിങ് ഓഫ് ദ വാച്ച് ടവർ സൊസൈറ്റി. നമുക്കറിയാം യഹോസാക്ഷികളുടെ പ്രോഫറ്റിക് അല്ലെങ്കിൽ പ്രോഫസികളും അല്ലെങ്കിൽ അവരിന്ന് പഠിപ്പിക്കുന്നതല്ല നാളെ പഠിപ്പിക്കുന്നത്. അവർ മാറിക്കൊണ്ടേയിരിക്കും, മാറിക്കൊണ്ടേയിരിക്കും. കാരണം അവർക്ക് പുതിയ ലൈറ്റിൻ്റെ പ്രകാശം കൂടി വരുന്നത് കാരണം അവരുടെ തിയറികളും അല്ലെങ്കിൽ അവരുടെ ബിലീഫുകളും എല്ലാം കുറച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കാരണം ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻ 1927 ക്രിയേഷൻ എന്ന പുസ്തകത്തിൽ 1927 പേജ് 117 നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഡൗട്ട്ലെസ് there has never been a more masterful and perfect English publication than the authorized version of the Bible. അവർ തന്നെ അവരുടെ ബുക്കിൽ എഴുതിയിരിക്കുന്നതാണ്, ഡൗട്ട്ലെസ്, സംശയമില്ല. അതായത് കിങ് ജെയിംസ് വേർഷനാണ് മോസ്റ്റ് ആക്യുറേറ്റ് ആൻഡ് മോസ്റ്റ് മാസ്റ്റർഫുൾ ആൻഡ് പെർഫെക്റ്റ് ബൈബിൾ എന്ന് അവർ തന്നെ 1927 പറഞ്ഞു. എന്നാൽ 100 വർഷം പോലും ആയില്ല. അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് മനസ്സിലായി, കിങ് ജെയിംസ് വേർഷൻ വെച്ച് അവരുടെ വാച്ച് ടവറൊക്കെ എഴുതുവാണെങ്കിൽ അവരുടെ വിശ്വാസവുമായിട്ട് ദർ ഇസ് മിസ് റെപ്രസെൻറ്റേഷൻ. കാരണം യേശുവിനെ ദൈവമായിട്ടാണ് പലയിടത്തും കിങ് ജെയിംസ് വേർഷനിൽ നമുക്ക് കാണാം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ദൈവമായിട്ട് യേശുവിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ യേശു എന്ന് പറയുന്നത് മിഖായേൽ എന്ന ഏഞ്ചലാണ്. സോ ദാറ്റ് ഈസ് ദി ഗോഡ് ഓഫ്, സോ ജെഹോവ എന്ന് പറയുന്നതാണ്, ദാറ്റ് ഈസ് ദ ഗോഡ് ഓഫ് വാച്ച് ടവർ. ക്രിസ്ത്യാനികൾക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉണ്ട്. സോ അവർക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ഒരു കാറ്റാണ്, ഒരു ഇറ്റാണ്, അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത വസ്തുവാണ്. എന്നാൽ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ പറ്റി ബൈബിളിൽ പറയുന്നത് കംഫർട്ടർ അല്ലെങ്കിൽ കൗൺസിലർ, അവൻ വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും, അവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈസ് എ പേഴ്സൺ, നോട്ട് ആൻ ഇറ്റ്. ജീവനില്ലാത്തൊരു വസ്തുവിനെ പറ്റി അല്ല പറഞ്ഞിരിക്കുന്നത്. സോ ഇതെല്ലാം കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നതുകൊണ്ടാണ് അവർ ചിന്തിച്ചു, നമുക്കൊരു പുതിയ ട്രാൻസ്ലേഷൻ, നമ്മളുടെ ബിലീഫ് അനുസരിച്ച് നമുക്കൊന്ന് വേർഡിനെയൊക്കെ ഒന്ന് ബൈബിൾ വചനത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ, ഒന്ന് മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസമായിട്ട് കറക്റ്റ് ആകും. സോ അങ്ങനെയാണ് ഒരു പുതിയ ബൈബിൾ, അതായത് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ എടുത്തതും. അതുപോലെ തന്നെ ഈ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ ചെയ്തിരിക്കുന്നത് ഗ്രീക്ക് സ്കോളേഴ്സാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ശരിക്കും ഗ്രീക്ക് സ്കോളേഴ്സ് പറയുന്നത് അങ്ങനെ ഒരു ഗ്രീക്ക് സ്കോളറിനും ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഗ്രീക്ക് ഇൻ്റർലീനിയർ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. ഇത് ഈ ഗ്രീക്ക് ഇൻ്റർലീനിയറും ന്യൂ വേൾഡ് ട്രാൻസ്ലേഷനും എല്ലാം JW.org പോയി സെർച്ച് ബട്ടണിൽ സെർച്ച് എന്നുള്ളിടത്ത് ഗ്രീക്ക് ഇൻ്റർലീനിയർ ബൈബിൾ എന്ന് കൊടുത്താൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതും ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അവിടെ നോക്കാൻ പറ്റുന്നതുമാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ ആദ്യം നമ്മൾ റെഫർ ചെയ്യാൻ പോകുന്നത് അപ്പോസ്തല പ്രവൃത്തി ചാപ്റ്റർ 20 വേഴ്സ് 28. ഞാനിവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് ന്യൂ വേൾഡ്, ഇത് ഗ്രീക്ക് ഇൻ്റർലീനിയർ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഗ്രീക്ക് എഴുതിയിരിക്കുന്നതും അതിൻ്റെ മുകളിൽ ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നതും കാണാം. ഇതെന്ന് പറയുന്നത് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ. ഇത് അവരുടെ യഹോസാക്ഷികളുടെ ബൈബിളിൽ എന്ത് പറയുന്നതെന്ന് നോക്കാം. ഇതാണ് കിങ് ജെയിംസ് വേർഷൻ. അപ്പോൾ ഞാൻ ഇത് മൂന്നും കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ കാണാം ഹൂ ഈസ് റൈറ്റ് ആൻഡ് ഹൂ ഈസ് റോങ് ഹിയർ. സോ ഞാനിതൊന്ന് സൂം ചെയ്യാം. So Acts 20:28. Be you paying attention to selves and to all the flock, in with you the Spirit, the Holy Spirit put overseers
to be shepherding the ecclesia of the God which he reserved self through the blood of the own. അപ്പം he purchased us through the blood of own, അത് himself. So God came to earth and purchased us using his blood എന്നാണ് പറയുന്നത്. യേശു സ്വന്തം രക്തത്താൽ, അല്ലെങ്കിൽ ദൈവം സ്വന്തം രക്തത്താൽ നമ്മളെ പർച്ചേസ് ചെയ്തെന്നാണ് പറയുന്നത്. ഇപ്പം അത് വെച്ച് നോക്കുമ്പോൾ കിങ് ജെയിംസ് വെർഷനിൽ പറയുന്നതും ഫീഡ് ദ ചർച്ച് ഓഫ് ഗോഡ് വിച്ച് ഹി ഹാസ് പർച്ചേസ്ഡ് വിത്ത് ഹിസ് ഓൺ ബ്ലഡ് വളരെ കറക്റ്റായിട്ടാണ് ഇൻ്റർലീനിയറും കിങ് ജെയിംസ് വെർഷനും കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇനി നമുക്ക് യഹോവ സാക്ഷികളുടെ ബൈബിളുടെ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. സോ 28 Pay attention to yourselves and to all the flock among which the Holy Spirit has appointed you overseers to shepherd the congregation of God which he purchased with the blood of his own son. ഈ ഓൺ സൺ എന്ന് എവിടെയെങ്കിലും നമുക്ക് ഗ്രീക്ക് ഇന്റർലീനിയർ കാണാൻ പറ്റുന്നുണ്ടോ? He purchased God per himself. He reserved for self through the blood of the own എന്നാണ് പറയുന്നത്. ഇവിടെ അത് തന്നെയാണ് പറയുന്നത് കിങ് ജെയിംസ് വെർഷൻ. സോ ഹൂ ഈസ് മോസ്റ്റ് ആക്യുറേറ്റ് ഹിയർ? കിങ് ജെയിംസ് വെർഷനാണോ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷനാണോ? ഇത് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ JW.org പോയാൽ ദ ഫുൾ ഗ്രീക്ക് ഇൻ്റർലീനിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങളുടെ വാതുക്കൽ ആരെങ്കിലും ഹോസ്പിറ്റലിൽ വരികയാണെങ്കിൽ, സോറി ഇപ്പോൾ അവർ വരാറില്ല, ഇപ്പോൾ അവർക്ക് ടെലിഫോണിക് പ്രീച്ചിങ് ആണ്. അതുകൊണ്ട് ടെലിഫോണിൽ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ മിസ് ട്രാൻസ്ലേഷൻ? അവരോട് തന്നെ പറയുക ഗ്രീക്ക് ഇൻ്റർലീനിയർ എന്നെടുത്തേ നമുക്കിതൊന്ന് നോക്കാം, എന്തുകൊണ്ടാണ് ഈ മിസ് ട്രാൻസ്ലേഷൻ? നിങ്ങളത് വളരെ പ്രാർത്ഥിച്ച് അവരോട് ചോദിക്കുക. ഇനി അടുത്തത് കൊളോഷ്യൻസ് 1:17. കൊളോഷ്യൻസ് 1:17 നമുക്ക് ആദ്യം ഗ്രീക്ക് ഇൻ്റർലീനിയറിൽ വായിക്കാം. So who is the image of the God, the invisible firstborn of all creation? കാരണം അവർ പറയുന്നത് ഫസ്റ്റ് ബോൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്രിയേറ്റഡ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. സോ ബട്ട് ഫസ്റ്റ് ബോണും ഫസ്റ്റ് ക്രിയേറ്റഡും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബിക്കോസ് ഇൻ ഹിം വാസ് ക്രിയേറ്റഡ് ഓൾ തിങ്സ് ഇൻ ദ ഹെവൻസ് ആൻഡ് അപ്പോൺ ദി എർത്ത്, ദ തിങ്സ് വിസിബിൾ ആൻഡ് തിങ്സ് ഇൻവിസിബിൾ, whether thrones or lordships, so all things through him and into him it has been created, and he is before all things, and all thing in him it has stood together. അപ്പോൾ ഇവിടെ വായിക്കുന്നതും നമുക്ക് കിങ് ജെയിംസ് വേർഷൻ നോക്കാം. കിങ് ജെയിംസ് വേർഷനിലും അത് തന്നെ, ഹി ഈസ് ബിഫോർ ഓൾ തിങ്സ് ആൻഡ് ബൈ ഹിം ഓൾ തിങ്സ് കൺസിസ്റ്റ്. ഹി ഈസ് ബിഫോർ ഓൾ തിങ്സ് ആൻഡ് ഓൾ തിങ് ഇൻ ഹിം ഇറ്റ് ഹാസ് സ്റ്റുഡ് ടുഗെദർ ഓർ ഓൾ തിങ്സ് കൺസിസ്റ്റ്. ഇനി നമുക്ക് ഇത് തന്നെയാണോ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷനിൽ എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. 17 നോക്കാം. ഹീ ഈസ് ബിഫോർ ഓൾ അതർ തിങ്സ്. ക്യാൻ യു സീ ദാറ്റ് അതർ? അതെന്തിനാന്ന് ചോദിച്ചാൽ അവരുടെ വിശ്വാസം യഹോവയായ ദൈവം ആദ്യം യേശുവിനെ ക്രിയേറ്റ് ചെയ്തു, പിന്നെയാണ് യേശു എല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഹീ ഈസ് ബിഫോർ ഓൾ തിങ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസമായിട്ട് അവർക്കത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഹീ ഈസ് ബിഫോർ ഓൾ അതർ തിങ്സ്. കാരണം ആദ്യം യേശുവിനെ ഉണ്ടാക്കി, യേശു പറ്റിയതിനെ ഉണ്ടാക്കി, ബാക്കിയുള്ളതിനെല്ലാം യേശു ഉണ്ടാക്കി. ആൻഡ് ബൈ മീൻസ് ഓഫ് ഹിം ഓൾ അതർ തിങ്സ്. സോ അവരെന്ത് ചെയ്തു? ആ അതർ അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചു. സോ ബൈബിൾ ക്ലിയർലി പറയുന്നുണ്ട്, ഒരു വള്ളിയോ പുള്ളിയോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശപിക്കപ്പെട്ടവനെന്ന്. സോ യു നോ വേർ ദേ ആർ ഗോയിങ് വിത്ത് ദിസ്. ജോൺ Yohanan സുവിശേഷം 8:58. This is another one. So let's read the Greek interlinear. Said therefore the Jews toward him, 50 years not you yet you are having, and Abraham you have seen. Said to them Jesus, Amen, Amen, I am saying to you, before Abraham to become I am. അതായത് വളരെ പണ്ട് അബ്രഹാമിനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യേശു പറഞ്ഞപ്പോൾ, നിനക്ക് 50 വയസ്സ് പോലും ഇല്ല, പിന്നെ എങ്ങനെ നീ കണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ബിഫോർ എബ്രഹാം വാസ് ഐ ആം എന്നാണ് പറയുന്നത്. ജീസസ് സെഡ് ടു ദം വെരിലി വെരിലി ഐ സേ ടു യു ബിഫോർ എബ്രഹാം വാസ് ഐ ആം എന്നാണ് നമ്മൾ KJV വേർഷനിൽ കാണുന്നത്. ഇത് ഇനിയും ഇവരെന്നടുത്തെന്ന് ചോദിച്ചാൽ ടു ബിക്കം, പിന്നെ ഓൾസോ ഇവിടെ നോക്കുമ്പോൾ ഐ ഹാവ് ബീൻ, കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, ഐ ഹാവ് ബീൻ, അവരതിനെ അങ്ങ് മാറ്റി. ഐ ആം എന്നുള്ളതെന്ന് പറയുന്നത് പഴയ നിയമത്തിൽ മോശ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ പേരെന്താവുന്നു? അന്നേരം ഈ ദൈവം പറയുന്നതാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഐ ആം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഐ ആം
not I have been. So there is a big difference there. I am എന്ന് പറയുന്നത് യഹൂദന്മാർക്കറിയാം. I am എന്ന് പറയുന്നത് that sovereignty, sovereign ഗോഡിൻ്റെ പേരാണെന്ന്. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത് ബിഫോർ എബ്രഹാം വാസ് I am, not I have been. So again Jesus is showing them that I am has come actually. That's what he is showing them. But അവരതും ദൈവത്തിനെ ദൈവം അല്ലാതാക്കി മാറ്റിയിരിക്കുന്നു. ഇനിയും ലാസ്റ്റ് ഇത് ജോൺ 1:1 നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് ടു വേർഡ് വാസ് വിത്ത് ഗോഡ്. KJV വായിക്കാം നമുക്ക്. അത് ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. ഓക്കെ, ഇനി ഇൻ്റർലൈനിയം വായിക്കുവാണെങ്കിൽ ഇൻ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് ടു വേർഡ് ദ ഗോഡ് ആൻഡ് ഗോഡ് വാസ് ദ വേർഡ്. അവർ എന്നാ അടുത്തെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ G ലിറ്റിൽ G ആക്കി മാറ്റി. അതായത് അത്ര ഒരു ദൈവത്തിന് മൈറ്റി ഗോഡ്, അല്ലെങ്കിൽ ഓൾമൈറ്റി അല്ല, മൈറ്റിയാണ്. മനസ്സിലായല്ലോ? അതായത് വലിയ ദൈവമല്ല, ഒരു ദൈവം, ഒരു ചെറിയ ദൈവം. അങ്ങനെയാണ് ആ പൊസിഷനിൽ അവർ യേശുവിനെ താരതമ്യപ്പെടുത്തുന്നത്. പക്ഷേ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുവാണെങ്കിൽ, ഇൻട്രസ്റ്റിംഗ് കാണുന്നത് അവരുടെ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷനിൽ അവരെന്നാ ചെയ്തെന്ന് ചോദിച്ചാൽ ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് എ ഗോഡ്. ക്യാൻ യു സീ ദാറ്റ് ഇൻസേർഷൻ ഹിയർ? നമ്മൾ കൊളോഷ്യൻസിൽ കണ്ടു അതർ ഇൻസേർട്ട് ചെയ്യുന്നു, ഇവിടെ എ ഇൻസേർട്ട് ചെയ്തു. ഏതോ ഒരു ദൈവം, കാരണം ഒത്തിരി ദൈവങ്ങളുണ്ടല്ലോ, അതിലൊരു ദൈവം. അതുകൊണ്ടാണ് ദേ ആർ കംപ്ലീറ്റ്ലി റോങ്. ദിസ് വൺ വാസ് ഇൻ ദ ബിഗിനിങ് വിത്ത് ഗോഡ്. എത്ര ദൈവത്തെ ഫോളോ ചെയ്ത് ഇവരെ മിസ് ട്രാൻസ്ലേറ്റ് ചെയ്തു ഓർ ഇൻ്റർപ്രറ്റ് അവരുടെ യേശുവിനെ ദൈവം അല്ലാതാക്കി തീർക്കാൻ ശ്രമിച്ചാൽ പോലും അവർക്ക് തന്നെ ഇവിടെ തെറ്റുപറ്റി. അടുത്ത വാക്യം നോക്കി, ഓൾ തിങ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ത്രൂ ഹിം. ഇവരിവിടെ എന്നാ പറ്റുന്നു? ഓൾ തിങ്സ് കെയിം ഇൻ ടു ഓൾ തിങ്സിന് ഓൾ അതർ തിങ്സ് എന്ന് എഴുതാൻ അവർ വിട്ടുപോയി. ഓൾ തിങ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ത്രൂ ഹിം ആൻഡ് അപ്പാർട്ട് ഫ്രം ഹിം നോട്ട് ഈവൻ വൺ തിങ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഈ ഒരു വാക്യം മാത്രം മതി ടു പ്രൂവ് ദാറ്റ് ജീസസ് was there at the beginning and he created all things. Apart from Jesus, nothing came into existence. കാരണം ദൈവത്തെ ഒരു നാളും ആർക്കും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. എത്ര അവർ പിന്നെ സൂക്ഷ്മതയോടുകൂടി മിസ് ട്രാൻസ്ലേറ്റ് ചെയ്താൽ പോലും ദേ ലെഫ്റ്റ് ഔട്ട് ദിസ്. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ മാറ്റുമായിരിക്കാം. സോ ദാറ്റ്സ് വാട്ട് ഐ സെഡ് അറ്റ് ദ ബിഗിനിങ് ബേസ്ഡ് ഓൺ ദ കറൻറ്റ് Watchtower Society teaching. The current teachings of the Watchtower Society, the Jehovah's Witness Bible is known as the New World Translation. The society believes that this version is the most accurate translation of the Bible and is the one they use in the teaching and Bible reading, and they consistently quote it in their literature. നമ്മൾ ഇതിനെതിരായിട്ട് നമ്മൾ കണ്ടതാണ് 1927 അവർ തന്നെ അവരുടെ പബ്ലിക്കേഷൻ ആയ ക്രിയേഷൻ പേജ് 117 എന്താ പറഞ്ഞിരിക്കുന്നത്? കിങ് ജെയിംസ് വേർഷൻ അല്ലാതെ മറ്റൊരു ബൈബിൾ മോസ്റ്റ് ആക്യുറേറ്റ് അല്ല എന്ന്. പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ അവരത് മാറ്റി. സോ ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്, ദേ ഓൾവേസ് കീപ് ചേഞ്ചിങ്. ബൈബിൾ ഹാസ് ബീൻ ഓൾട്ടേർഡ് ടു ഫിറ്റ് ദ വേരിയസ് സൊസൈറ്റി ഡോക്ട്രിൻസ്. അവരുടെ സൊസൈറ്റി ഡോക്ട്രിൻസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവരുടെ ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ അവർ മാറ്റി പുതിയ എഡിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അറിയാം, അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. ബട്ട് വൺ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷനിലെ ഗ്രീക്ക് സ്ക്രിപ്റ്റേഴ്സ് അവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടില്ല. ദാറ്റ് ഈസ് ഇല്ല. പിന്നെ ഇവർക്ക് ഇപ്പം ഇതെല്ലാം കമ്പയർ ചെയ്ത് പഠിക്കാൻ അവർക്ക് നേരമുണ്ടോ? നേരമില്ല. കാരണം ദേ ആർ വെരി ബിസി. പകലാണെങ്കിൽ അവർക്ക് ടെലിഫോണിക് പ്രീച്ചിങ് ഉണ്ട്, പിന്നെ അവർക്ക് വാച്ച് ടവർ വായിക്കണം, എവേക്ക് വായിക്കണം, ബൈബിൾ സ്റ്റഡി നടത്തണം. അതുകൊണ്ട് അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാൻ അവർക്ക് നേരമില്ല. സോ ദേ ആർ ഓൾറെഡി ബിസി പീപ്പിൾ. ആൻഡ് ദ ഇൻട്രസ്റ്റിംഗ് തിങ് ഈസ് വാച്ച് ടവർ സൊസൈറ്റി കീപ് ദം വെരി ബിസി. അല്ലെങ്കിൽ ഇവർ മറ്റു കാര്യങ്ങൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ അവരുടെ നമ്പേഴ്സ് താഴെ പോകും. അതുകൊണ്ടാണ് ദേ കീപ് ദം വെരി ബിസി. Many scholars refer to the New World Translation as a commentary on the Bible instead of a translation in light of the way the text has been altered to fit the various society doctrines. These changes are particularly evident when the subjects of hell, the Trinity or the immortality of the soul are discussed. അതായത് deity of Christ. deity ദൈവമാണ് എന്ന ക്രിസ്തുവിനെ, യേശുവിനെ ദൈവമാക്കാൻ അവർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവരുടെ ഡോക്ട്രിൻ, സൊസൈറ്റി ഡോക്ട്രിൻസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി അതെല്ലാം അവരുടെ അടുത്ത് മാറ്റിക്കളഞ്ഞു. Now, the following is a representative list of the passages altered in the Society's Bible. ഇതാണ് ഒരു
കുറേ എണ്ണം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. കിങ് ജെയിംസ് വേർഷനുമായിട്ട് റെഫർ ചെയ്യാം. ന്യൂ വേൾഡ് ട്രാൻസ്ലേഷനിൽ കുറേയൊക്കെ അവർ മാറ്റിയിട്ടുണ്ട്, ചിലത് അവർ മാറ്റിയിട്ടില്ല ഇപ്പോഴും. സോ I hope this has been a blessing to hear the truth, because Jesus is the same yesterday, today, forever. He will never change, and His word never changes. So we have the full assurance and confidence in our God, our Savior, and let's trust in Him completely. And if someone comes to you with another doctrine or another gospel, please don't receive him or her. That's not what the Bible says. The Bible says Jesus is our Lord and Savior, and He purchased with His people with His own blood. That's what we believe as Christians. Thank you for listening. I hope this has blessed you. Please share this video to your friends, relatives, and give us a thumbs up. Please subscribe to our channel. That will really help us and encourage us to do more. Thank you. Bye-bye.